മലയാള സിനിമ കണ്ട ഇക്കാലത്തെ മികച്ച കാവ്യശില്പം വൈശാലി. ഈ കാലഘട്ടത്തിലേക്ക് തികച്ചും ഹാസ്യത്തിന് വേണ്ടി ഞങ്ങളൊന്ന് പറിച്ചു നടുകയാണ്. അംഗരാജ്യത്ത് അന്ന് മഴയില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇൻ്റർനെറ്റ് ഇല്ലാത്തതാണ് ഈ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വൈശാലി വീണ്ടും ഋഷ്യശൃംഗനെ കണ്ടുമുട്ടുന്നത്. ഈ കാനനത്തിലെ മൃഗങ്ങളുടെ കൂടെ ഈ കുടിലി കഴിഞ്ഞ് തീർക്കാനാണല്ലോ ഭഗവാനെ എന്റെ വിധി. എന്തോ നീ ആരാണ് ഈ പന്നക്കെട്ടും പരാതിയും വിളിച്ചു പറയുന്നത്? അയ്യോ, പന്നക്കെട്ട് പറഞ്ഞാലോ, ഞാൻ എന്റെ മനസ്സിലൊന്ന് പറഞ്ഞു നോക്കിയതാ. നമ്മുടെ ആശ്രമത്തിൽ നിനക്ക് ഉല്ലസിക്കാൻ മാനുണ്ട്, മയിലുണ്ട്, മൊയിലുണ്ട്. ആ സെറ്റപ്പ് പോരെ? ഒന്നും മിണ്ടായിരിക്കാൻ വന്ന എന്നാന്നേ ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം, എന്നാലേ മനസ്സിലാകൂ. അതെന്നാ ഉറുദു ആണോ പറയണേ? ഉറുദു അല്ല, പച്ച മലയാളം. എന്നാ പറ. അനേകായിരം വർഷം തപസ് ചെയ്ത് നേടിയെടുത്ത ഒരു നിധിയാണ് എന്റെ കയ്യിൽ ഇരിക്കുന്നത്. എന്നതാ? അതെന്നാന്നറിയാം? വേദ മന്ത്രപ്പെട്ടി. അത് ഞാൻ അവിടെ വെച്ച് മറന്നു. ഞാനില്ലാത്ത തക്കം നോക്കി നീ അതെടുത്ത് വായിച്ചാൽ നിന്നെ ഞാൻ ശപിച്ച് കരടിയാക്കും. എന്റെ പൊന്നെ, ഞാൻ എടുക്കുന്നില്ല. പോരെ, സ്വന്തം മകനേക്കാളും വിലയുള്ള വേദഗ്രന്ഥ പെട്ടിയോ? അങ്ങനെയാണെങ്കിൽ അതിനടുത്തുള്ള വേദങ്ങളും അതീവ തീവ്രതമായുള്ളതാണല്ലോ, ശക്തിയേറിയതുമായിരിക്കും. എന്താണേലും അതൊന്ന് കണ്ടുപിടിച്ച് അതൊന്ന് പഠിക്കണം, എങ്കിലല്ലേ ഞാനും ഒരു വലിയ മുനിയായി മാറൂ. അതെവിടെയാ? എവിടെയാ? എല്ലാം ആശ്രമ ലിപികളിലാണല്ലോ എഴുതിയിരിക്കുന്നത്. വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഗാലറി ഒന്ന് കാണും. എന്റെ പൊന്നെ, ഈ ആശ്രമത്തിന് വെളിയിൽ ഇങ്ങനെ ഒരു ലോകം ഉണ്ടായിട്ട് ഈ കാർന്നോർ എന്നോട് പറയാതെ ഇത്ര നാൾ ഇതിനകത്തോട്ട് പൂട്ടിയേക്കുമല്ലായിരുന്നോ? വെറുതെയാണോ എന്നെ പുറത്തേക്ക് ഇറക്കാതെ കല്ലൂരിട്ട് വിട്ടോണ്ടിരുന്നേ? ഞാനൊന്ന് വരാം. Yo, everybody in the house, see the boys in അങ്ങനെന്തിനാണ് സ്ലോ മോഷൻ നടക്കുന്നത്? ഒറ്റ വീക്കം വെച്ചേരും. നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ബബൽക്കം നിന്നിട്ട് ഇവിടെ തുപ്പിയിട്ടിരുന്നു, കാലോട്ടിട്ട് നടക്കാനും വേണം. അതാണോ? ക്ഷമിക്ക്, എനിക്കൊരു കൂട്ടം ചോദിക്കാനുണ്ട്. മറ്റൊന്നുമല്ല, എന്നാന്ന് വെച്ചാൽ ചോദിച്ചു. ഈ ആശ്രമത്തിലെ മാനുകൾക്കും മയിലുകൾക്കും കുയിലുകൾക്കും എല്ലാം മാതാവും പിതാവും ഉണ്ട്. എനിക്ക് മാത്രം പിതാവ് മാത്രമേ ഉള്ളൂ, മാതാവില്ല. ഞാൻ എങ്ങനെ ഉണ്ടായത്? ദൈവമേ, എന്റെ ചെറുക്കൻ നശിച്ചു, എന്നാ പിഴച്ചു. ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ആ പെട്ടി എടുത്ത് നോക്കരുതെന്ന്? അല്ല, അത് ഞാനെല്ലാം കണ്ടു, എല്ലാ വേദവും പഠിച്ചു. ഇനി പറ, ഞാൻ എങ്ങനെ ഉണ്ടായി? നീ ഉണ്ടായി. അങ്ങനെ പറഞ്ഞത് പറ്റില്ല, ഞാൻ എങ്ങനെ ഉണ്ടായി പറയണം. എടാ, നീ മാം പ്രസവിച്ചുണ്ടായതാണ്. മാനല്ല, വുമണാണ് പ്രസവിക്കണത്. എനിക്കറിയാം, ഞാൻ എല്ലാം പഠിച്ചു പോകുന്നു. എന്നോട് ആ സാധനം എടുത്തു നോക്കാൻ ഞാൻ പറഞ്ഞായിരുന്നോ? എന്റേത് അത് ഞാൻ വെച്ചിട്ടുണ്ട്. ഉണ്ടോ? അതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്, അതൊന്നും ഓർക്കണ്ട. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇതിനകത്തെ രണ്ട് സാധനം എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ടിനിടോമും ആസിഫലി. ടിനിടോം ആസിഫലിയോ? പിന്നെ ഈ കാണുന്ന എടാ, ടിക്ടോക്ക് മ്യൂസിക്കലി. അതാണോ? അന്ന് അങ്ങനെയാണെങ്കിൽ ടിക്ടോക്ക് ഒന്ന് കാണാം. ടിക്ടോക്ക് തൊടും. ടിക്ടോക്ക് തൊടും. ഇത്ര നാളും എന്നെ കാട്ടിൽ നിന്ന് വളർത്തിയല്ലേ, ഞാൻ തൊടും. ഞാൻ തൊടും. പ്രശ്നമാകും. ഞാൻ പറഞ്ഞില്ല ടിക്ടോക്ക് തൊഴിലെന്ന്. ടിക്ടോക്ക് എന്റെ ഹരാന്ന് ഞാൻ അപ്പൊ തന്നെ ഡാൻസ് ചെയ്ത് കളയും. ആണോ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ? ഇല്ലല്ലാതെ. എന്നാ ഞാൻ തൊടുന്നില്ല, ഞാൻ മാറ്റി വെച്ചോളാം. ഇതെന്താണെങ്കിലും വേദങ്ങൾ മൊത്തം പഠിച്ചിട്ടേ ഞാൻ തരത്തുള്ളൂ. അത് മതി. എങ്ങോട്ട് പോവാ? എങ്ങോട്ട് പോവുക? ഹോമം. അത് ഇതേ 101 ദിവസം ഹോമവും വ്രതവും കഴിഞ്ഞ് നിൽക്കണുള്ളൂ. ഇനിയും ഹോമത്തിലുള്ള തീ കൊളുത്തല്ലേ? ഹോമത്തിലുള്ള തീ ഉണ്ടാക്കുവല്ല, പിന്നെ വിശന്നിട്ട് വേണം കപ്പ തൊട്ട് തിന്നാലോന്ന് ഓർത്ത്. അയ്യോ, നോക്കുക. വേണ്ട വേണ്ട, എനിക്ക് കപ്പി തൊട്ടാൽ അതൊന്നും കത്തത്തില്ല. അതെന്ത്? അത് കത്തത്തില്ല. ബാലു വന്ന് മുള്ളീന. ഏത് ബാലു? ഞാൻ അവനെ ശപിക്കും. ഞാൻ അവനെ ശപിച്ച് കരടിയാക്കും. കരടിയാക്കൂ? എന്റെ കൂട്ടുകാരൻ ബാലുക്കരടിയാ വന്ന് മുള്ളിയത്. അതിന് ശപിച്ച് കരടിയാക്കൂ? അപ്പൊ പൊളിഞ്ഞല്ലോ. കരടീനെ അങ്ങനെ ഞാൻ കരടിയാക്കും. അപ്പൊ പിന്നെ പോയില്ലേ? അത് പോയി. അതെ, വൈകുന്നേരത്തെ
അത്താഴത്തിന് കഴിക്കാനുള്ള പഴവർഗ്ഗങ്ങളൊക്കെ എന്താ? യു മീൻ ഫ്രൂട്ട്സ്? യെസ്. 3 പേരൊക്കെ ഉണ്ടായിരുന്നു. അത് 3 ഞാൻ തിന്നു. എനിക്ക് വിശന്നിട്ട് ഒന്നുമില്ല ഇനി. ഇന്നാ? ആ കൊള്ളാം. അപ്പൊ അത്താഴം കഴിഞ്ഞിട്ട് 2 ചക്കക്കുരു വിട്ട് തിന്നെ, അതാ നടക്കുള്ളൂ. അപ്പൊ ഇന്ന് എന്നെ ഉറക്കൂലെന്ന് ചുരുക്കം. രാജഗുരു, ഇനിയെങ്കിലും പറ, എവിടെയാണ് ആ ആശ്രമം? രാജൻ, ആ കാണുന്നതാണ് വിഭാണ്ഡക മഹർഷിയുടെ ആശ്രമം. അദ്ദേഹത്തിന്റെ പുത്രനാണ് ബാഹുബലി. അല്ല, ഋഷിശൃംഗൻ. ഋഷിശൃംഗനെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു 4G യാഗം നടത്തിയാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ഗുരു, സത്യമാണോ അങ്ങ് പറയുന്നത്? നമുക്കിത് വിശ്വസിക്കാനാവുന്നില്ല. അങ്ങേക്കറിയാമല്ലോ, ഒരിറ്റ് നെറ്റിന് വേണ്ടി നമ്മുടെ രാജ്യം കേഴുകയാണ്. നെറ്റ് കവറേജ് ഇല്ലാതെ നമ്മുടെ പ്രജകളാകെ പ്രതിസന്ധിയിലാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമുക്ക് ഈ മുനികുമാരനോട് കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ രാജ്യത്തുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമാവുള്ളൂ. ഈ മുനികുമാരനെ നമ്മൾ കൊണ്ടുപോകണം. എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് അത് പറ. കൊണ്ടുപോകണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. സുന്ദരിയായ ഒരു കന്യകയെ കൊണ്ട് കുമാരനെ വശീകരിക്കണം. ഈ കുമാരനെ വശീകരിക്കാൻ കഴിവുള്ള ഏത് കന്യകയാണ് നമ്മുടെ രാജ്യത്തുള്ളത്? പറയൂ പറയൂ, ഏത് കന്യകയാണത്? ഉണ്ട്, വൈശാലി. എന്തു സുന്ദരിയാന്നോ, കണ്ടു കഴിഞ്ഞാൽ കൊത്തിയാവും. എടാ, വൈശാലി എന്ന് പറഞ്ഞ എന്റെ മകളായിട്ട് വരുവാടാ. രാജാ, രാജ്യത്തിന് വേണ്ടി ഇത്തിരി വിട്ടുവീഴ്ചയൊക്കെ ചെയ്യണം. എന്തായാലും വെറുതെ അല്ല ഞാൻ പുള്ളിക്കാരെയും കൂടി നമ്മുടെ കൂട്ടത്തിൽ കൂട്ടിക്കോളാന്ന് പറഞ്ഞത്. രാജ്യം തന്നെ കാര്യങ്ങൾ നൈസായിട്ടൊന്ന് പറഞ്ഞ് പുള്ളിക്കാരിയെ മനസ്സിലാക്കണം. നമ്മുടെ രാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നാം അങ്ങനെ ചെയ്യണമെങ്കിൽ ചെയ്യാം. അതെ, എന്തായാലും രാജ്യം വരൂ, വാ. വേദമന്ത്ര പെട്ടിക്കകത്തിൽ എന്തെല്ലാമാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഓരോന്നും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. എന്താണ് ഈ വാച്ച്? ഒന്ന് ഓൺ ചെയ്യാം. മലവെള്ളം പോലെ വന്ന് കയറുവാണല്ലോ കൂടെ. കുമാരാ, എനിക്ക് കുമാരനെ കാണാൻ കൊതിയായി. ഇതുവരെ നാം കേൾക്കാത്തൊരു ശബ്ദം. ഇത്ര മാധുര്യമേറിയ ശബ്ദം എവിടെ നിന്നാണ്? ഹലോ, എനിക്കും ഒന്ന് കാണാൻ കൊതിയുണ്ട്. കുമാരാ, കുമാരൻ എനിക്കൊരു പിക്ക് സെൻഡ് ചെയ്ത് തരൂ. ഓക്കെ ഓക്കെ, അയച്ചിട്ടുണ്ട്. വൗ, നൈസ് പിക്ക്. എനിക്കും ഒരു ഫോട്ടോ അയച്ചു തരുമോ? എന്തിനാ ഫോട്ടോ? ഞാൻ കുമാരനെ കാണാൻ നേരിട്ട് വരാം. നേരിട്ട് വരുന്നു? ഏറെ സന്തോഷം കേട്ടോ. മാനെ, മയിലേ, ഒട്ടകമേ, തത്തേ, മയിലേ, എന്നെ കാണാൻ നേരിട്ട് വരുന്നു. എന്നെ കാണാൻ നേരിട്ട് വരുന്നു. അയ്യോ, എവിടെ കാണുന്നില്ലല്ലോ. കാനനത്തിൽ ഇതുവരെ കാണാത്തൊരു പീസ്. എന്തോ? ഞാൻ വൈശാലി. കണ്ടാ വയസ്സായിന്ന് പറയത്തില്ല കേട്ടോ. ഞാൻ ഫീമെയിലാ. അത് പാസ്വേഡും ഐഡിയ ഒക്കെ കണ്ടപ്പോ മനസ്സിലായി. അതല്ല കുമാരാ, എന്റെ പേരാ പറഞ്ഞത്, വൈശാലി. ഓ, വൈശാലി. ഞാൻ ആ അപ്പുറത്തെ ആശ്രമത്തിലുള്ളതാ. എവിടത്തെ ആണെങ്കിലും കുഴപ്പമില്ല, ഇവിടെ എടുത്തു കഴിഞ്ഞു. കുമാരാ, ഇതെന്താ ഇത്? ഇത് ഞങ്ങളുടെ ആദിത്യ മര്യാദയാ. ആദ്യത്തെ മര്യാദ ഇതാണെങ്കിൽ അവസാനമാകുമ്പോ യാതൊരു മര്യാദ ഉണ്ടാവില്ലോ. കുമാരൻ എന്തേലും പറഞ്ഞോ? അല്ലല്ല, ഞങ്ങൾക്കൊണ്ട് മര്യാദ. ഞങ്ങളുടെ മര്യാദ അങ്ങനെ പെട്ടെന്ന് തീരത്തില്ല. 15 പ്രാവശ്യം അതിന്റെ കണക്ക്. എന്താണ് അവിടെ? നമ്മുടെ ആശ്രമത്തിൽ ഒരു സ്ത്രീയുടെ ഗന്ധം ഞാൻ മണക്കുന്നു. ഒരു പെണ്ണ് കയറി വന്നാൽ ഞാൻ മണത്തറിയാൻ ഇങ്ങനെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അത് സ്ത്രീ അല്ല, അത് മാൻപേടയാണ്. മാൻപേട തുള്ളി ചാടറ കിട്ടില്ല, മാൻപേട കണ്ടോ? എന്നാ ഓക്കെ. കണ്ടോ കുമാരാ, എന്തോ ഒരു അപശബ്ദം. അപശബ്ദം എന്റെ കാർത്തോറിയാ. ആണോ? പുള്ളി ഒരു കോഡ്ലെസ് മൈക്കുമായിട്ട് ഇല്ല, മൊത്തം നടക്കും, എന്നിട്ട് വിളിച്ചു പറയല്ല. കുമാരാ, എനിക്ക് ഈ കുമാരനെ ഒത്തിരി അങ്ങ് ഇഷ്ടായി. എനിക്കും. പൊരുൾ
കുമാരനോടൊരു കാര്യം പറയാനുണ്ട്. എന്റെ രാജ്യം അതീവ സങ്കടത്തിലാണ് കുമാര. ഓ എന്നാ സങ്കടം പറഞ്ഞു. നമ്മുടെ രാജ്യത്ത് നെറ്റ് കണക്ഷൻ കിട്ടാതെ ആളുകൾ വലയുകയാണ്. അയ്യോ എന്നെ കരയിപ്പിക്കില്ലേ. അങ്ങനെ ആളുകളെല്ലാം കൂടി ഒരു പ്രശ്നം ഉണ്ടാക്കി. പ്രശ്നം ഉണ്ടാക്കിയിട്ട് എന്നാ കാര്യം? അല്ല, പ്രശ്നം വെച്ചു. ആ അപ്പോഴാണ് ഫ്രീ വൈഫൈ ഉള്ള കുമാരനെ കുറിച്ച് നാം അറിഞ്ഞത്. ആണോ? കുമാരൻ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഒരു 4G യാഗം നടത്തി നമുക്ക് നെറ്റ് കണക്ഷൻ ശരിയാക്കി തരണം കുമാര. കുമാരൻ എന്റെ കൂടെ വരുവോ? ഞാൻ പോണല്ല പോരെ. തൊണ്ട പൊട്ടി അന്നത്തെ എന്നാ ഓക്കെ. ആ കുമാര, ഇത്ര ആയ സ്ഥിതിക്ക് ഇനിയിപ്പോ കാർന്നവരെയും ഈ പക്ഷീനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. വാ നമുക്ക് പോവാം. ആരാത്? അയ്യോ അതാരാ? സോറി, റോങ് നമ്പർ. ആ, തല്ലു okay. മേടിച്ച് കൂട്ടിയേനെ. അതെ വാ നമുക്ക് പോയേക്കാം. ഇനിയിപ്പോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അതെ മാനേ മയിലേ, ഞാൻ പോയിട്ട് വരാം കേട്ടോ. എന്റെ പിതാവിനോട് പറയരുതേ, ഞാൻ പോയിട്ട് വരാം. വാ, 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 വാ. ഒരു മിനിറ്റ്. ആ പിതാശ്രീ, യാഗത്തിനുള്ള തയ്യാറെടുപ്പെടുത്തോളൂ. ഞാനിതാ കുമാരനുമായി എത്തിക്കഴിഞ്ഞു. കുമാരി, നമുക്ക് 4G യാഗം നടത്തേണ്ട യാതൊരു കാര്യവുമില്ല. അതെന്താ? നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നെറ്റ് കണക്ഷൻ കിട്ടിയിരിക്കുകയാണ്. അതെയോ? ഇവിടെ ഇപ്പൊ ഫേസ്ബുക്കും വാട്സാപ്പും എല്ലാം സുന്ദരമായി വർക്ക് ചെയ്യുന്നു. നീ അയ്യോ. എത്ര വേഗം അവിടുന്ന് പോരെ. അല്ല പിതാശ്രീ, അപ്പൊ ഈ കാട്ടുമാക്കാനെ ഞാൻ എന്ത് ചെയ്യണം? ആ കാട്ടിൽ തന്നെ തള്ളിയിട്ട് നീ വേഗം കേറി വാ. ശരി പിതാശ്രീ. അതെ കുമാര, ആ. നമ്മുടെ പരിപാടി ചെറിയൊരു മാറ്റമുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ നെറ്റ് കണക്ഷൻ എല്ലാം ശരിയായി. ഇനി കുമാരൻ വന്നാ ശരിയാവില്ല. വരണ്ട കുമാരൻ. അയ്യോ അങ്ങനെ പറയല്ലേ, ഞാൻ കൊതിച്ചു പോയില്ലേ. ഞാൻ അവിടെ വരെ വരാൻ. അല്ല വേണ്ട കുമാര, കുമാരൻ വന്നിട്ട് അവിടെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. അല്ല എന്നാലും ഞാൻ പറഞ്ഞു പോയതാണല്ലോ. അത് ഒന്ന് വന്നിട്ട്. വേണ്ട കുമാര, ഞാൻ പോട്ടെ. എനിക്ക് അല്ല ഞാൻ ഇവിടെ വന്നിട്ട് ഒരു 1 GB തന്നിട്ട് പോന്നാലോ? അയ്യോ കുമാര, അവിടെ 5GB കിട്ടി, പിന്നെ എന്തിനാ 1GB? ശരി എന്നാ. അല്ല വേറെ കേസ്, ഞാൻ എന്നാ താഴെ വരെ കൊണ്ടുവന്ന് വിടാം. വേണ്ട കുമാര, കുമാരോട് മര്യാദക്കല്ലേ പറഞ്ഞ വേണ്ട വേണ്ടെന്ന്. ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളാം. അല്ല ഞാൻ പറഞ്ഞ അവിടെ തെന്നി ഞാൻ കയ്യെ പിടിച്ചോ. എടോ, തന്നോട് മര്യാദക്ക് പറഞ്ഞ വേണ്ടെന്ന്. തനിക്ക് എന്താ പറഞ്ഞ മനസ്സിലാവൂലേ? ഇങ്ങോട്ട് വന്ന് ഒറ്റക്കാണെ തിരിച്ചു പോകാൻ എനിക്കറിയാം. അവിടെ മുട്ടുകാലി ഞാൻ കയറ്റും. മര്യാദക്ക് ഞാൻ പറഞ്ഞു. ഇവിടെ കല്ല് എങ്ങനെ നിങ്ങൾ ഓർമ്മ ഒത്തു കിട്ടുക? അന്നേരം അവിടെ നിന്ന് പിച്ചും പേയും പറഞ്ഞ് അത് കളഞ്ഞു. എനിക്കെന്നും ഈ ആശ്രമത്തിൽ ഈ കാർന്നവരുടെ കൂടെ വെച്ചും കൊടുത്തും കഴിയാണല്ലോ എന്റെ ദൈവമേ.